നമുക്ക് വെട്ടുമാങ്ങ അച്ചാറിടാം. 2 ദിവസം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തത്, വാട്ടിയെടുത്തതുള്ളൂ, ഒത്തിരി ഉണങ്ങിയില്ല. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, മഞ്ഞൾ പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, അയമോദകം, നല്ല ജീരകവും മറ്റേ മസാലയ്ക്കകത്ത് ജീരകം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയത്, അതുപോലെ തന്നെ ഉലുവായും കടുകും 2 കൂട്ടം ചെറുതായിട്ട് പൊടിച്ചതാണ്, കായം, ഉപ്പ്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി ഓരോ സാധനങ്ങൾ തീ കുറച്ചതിന് ശേഷം ജീരകം, കടുക്, ഉലുവ, അയമോദകം ഇത്ര ഒന്ന് ചൂടായിക്കോട്ടെ. ചെറിയ തീക്കകത്തിട്ട് വേണം ചൂടാക്കാൻ. നമുക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ട് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നല്ല തിളക്കണം, തിളക്കട്ടെ. കായപ്പൊടി, ഉപ്പ് സ്വല്പം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അച്ചാറിടുന്നതിന് വിനാഗിരി ഒഴിക്കത്തില്ല, അല്ലാതെ തന്നെ ഇടുന്നത്. ഇതുവരെ ഇവിടെ മൂത്ത് പോയിട്ടില്ല. മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. മാങ്ങ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് ചെറുതായിട്ട് ഇളക്കാം. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. വെള്ളം ഇറങ്ങും മാങ്ങയ്ക്കകത്തുനിന്ന്. വെയിലത്ത് വെച്ചെന്ന് പറഞ്ഞാൽ വെള്ളം ചെറുതായിട്ട് ഇറങ്ങും. എല്ലാത്തിനും നല്ലൊരു അരപ്പ് പിടിക്കണം. ഇതിനകത്ത് എണ്ണ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ. വെളിച്ചെണ്ണയും പാമ്പോയിൽ ഉപയോഗിച്ചാൽ കൊള്ളാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് കടുകെണ്ണയ്ക്കകത്തും നല്ലെണ്ണയ്ക്കകത്ത്. ഇത് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് നല്ലെണ്ണയ്ക്കകത്താണ്. നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ചെറുതായിട്ട് വെച്ചേക്കണം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ഭരണിക്കകത്താക്കിയാൽ മതി. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. എന്നാലേ അതിൻ്റെ രുചി അറിയത്തുള്ളൂ.